ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, ഈശോ നമ്മോട് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ വാക്യം പറയുമ്പോൾ ഇതുപോലെ എന്തുപോലെയാണ് എന്ന് അതിനു മുമ്പ് ഈശോ പറയുന്ന ഒരു ഉപമ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച്, വഴിതെറ്റിപ്പോകാത്ത 99നെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മോട് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ആത്മാക്കളുടെ അമൂല്യതയെക്കുറിച്ച്. ദൈവം സൃഷ്ടിച്ച, ദൈവം ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി അനുവദിച്ച ഓരോ വ്യക്തിയും അഥവാ ഓരോ ആത്മാവും ദൈവദൃഷ്ടിയിൽ എത്രയോ വിലമതിക്കാനാവാത്ത മൂല്യമുള്ള സംഗതിയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 43-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട്: യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. കാരണം എന്താ? നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. താൻ സൃഷ്ടിച്ച ഓരോ വ്യക്തിയോടും, താൻ രൂപപ്പെടുത്തിയ ഓരോ വ്യക്തിയോടും ഈശോ പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവന്, നീ എനിക്ക് ബഹുമാന്യന്, നീ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവള. ദൈവം സൃഷ്ടിച്ച ഓരോ ആത്മാവും ദൈവത്തിന് ഇപ്രകാരമാണ്. ദൈവം സൃഷ്ടിച്ച ഓരോ ആത്മാവും ദൈവത്തിന് അമൂല്യന്. അതുകൊണ്ട് ദൈവം പറയുന്നത്, നിനക്ക് പകരമായി ഞാൻ ജനതകളെ, നിന്റെ ജീവന പകരമായി ഞാൻ രാജ്യങ്ങളെ ഞാൻ നൽകുന്നു. സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈശോ ജനതകളെയോ രാജ്യങ്ങളെയോ ഒന്നുമല്ല എനിക്കും നിനക്കും പകരമായി നൽകിയത്. എന്നെയും നിന്നെയും സ്വന്തമാക്കാൻ വേണ്ടി, പാപം മൂലം പിശാചിനെ സ്വയം വിറ്റുകളഞ്ഞവരായ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവനെ അവിടുന്ന് വിലയായി നൽകുകയാണ്. സ്വന്തം ജീവൻ കൊടുത്ത് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി, തിരികെ വാങ്ങി എന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ആശയം. കാരണം എന്താ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ ഇപ്രകാരം നമ്മോട് പറയുകയാണ്: ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ്. നാം പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നാം പാപം ചെയ്യുമ്പോൾ, നാം നമ്മെ തന്നെ പാപത്തിന് അഥവാ പിശാചിന് അടിമയായി വിൽക്കുകയും നമ്മെ തന്നെ വിൽക്കുകയും
അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ നമ്മുടെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയും. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിൻ്റെ ഈശോ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ഈശോ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടെടുത്തിരിക്കുകയും നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അടിമത്തത്തിൻ്റെ നുഖത്തിന് നിങ്ങൾ വീണ്ടും വിധേയരാകരുത്. പാപം ചെയ്യുമ്പോൾ ഞാൻ അടിമത്തത്തിൻ്റെ നുഖമെടുത്ത് എൻ്റെ തോളിൽ സ്വയം വെക്കുകയും എന്നെ തന്നെ പാപത്തിന് അടിമയായി കൊടുക്കുകയും ഞാൻ എന്നെ തന്നെ പാപത്തിന് അടിമയായി വിൽക്കുകയും ഞാൻ പാപം ചെയ്തത് വഴി പാപത്തിൻ്റെ അടിമയായി സ്വയം വിൽക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ, നിന്നെ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നത് സ്വന്തം ജീവൻ വില കൊടുത്തുകൊണ്ട്. സ്വന്തം ജീവൻ വില കൊടുത്തുകൊണ്ട് സ്വന്തമാക്കുവാൻ മാത്രം ദൈവത്തിൻ്റെ വിലയുള്ളവരായി ദൈവം, അഥവാ തന്നേക്കാൾ വിലയുള്ളവരായി ഈശോ നമ്മെ ഓരോരുത്തരെയും പരിഗണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, താൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ഓരോ ആത്മാവിൻ്റെയും വില എത്രയോ ശ്രേഷ്ഠമാണ് എന്ന്, എത്രയോ ഉന്നതമാണ് എന്ന് ഈശോ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരികയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ഥോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മോട് എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ നിന്റെ സ്വന്തമല്ല, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ടു? ഈശോ തന്നെ വിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ നാം ഓരോരുത്തരും ഈശോയുടെ സ്വന്തമായി. ഈശോയുടെ മൗതികമായ ശരീരത്തോട് നമ്മെ ഐക്യപ്പെടുത്തുകയാണ് തൻ്റെ ആത്മസമർപ്പണത്തിലൂടെ. ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ ഈശോയുടെ വിലാവിൽ നിന്ന് ഒഴുകിയ ചോരയും നീരും ഈശോയോട് നമ്മെ ഐക്യപ്പെടുത്തുന്ന മാമോദീസായുടെ പ്രതീകങ്ങളായി മാറുകയും ആ മാമോദീസായിലൂടെ ഈശോ നമ്മെ വിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധാത്മാവിനും യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും അങ്ങനെ പിളർത്തപ്പെട്ട തൻ്റെ വിലാവിൽ എനിക്കും നിനക്കും അവൻ ഇടം നൽകുകയും. അതാ നിൻ്റെ ഇടം. നിനക്കൊരിടമുണ്ട് എങ്കിൽ അവൻ്റെ വിലാവില, അവൻ്റെ ഹൃദയത്തിലാ നിൻ്റെ സ്ഥലമെന്ന് തിരിച്ചറിയാൻ നിനക്ക് സാധിക്കണം. അതാ ഈശോ നമ്മ ഓരോരുത്തരും പറയുന്നത്, അവൻ്റെ ഹൃദയത്തിൻ്റെ പിളർത്തപ്പെട്ട ഈശോയുടെ ഹൃദയത്തിലെ മുറിപ്പാടിൽ എനിക്കൊരിടമുണ്ട് എന്ന് തിരിച്ചറിയുന്നതാ എൻ്റെ യഥാർത്ഥമായ തിരിച്ചറിവെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു അനുഭവത്തിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഈശോ തൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ, ഈശോ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്നെ തന്നോട് ഐക്യപ്പെടുത്തുന്നത്. ഈശോ നമ്മെ ഓരോരുത്തരെയും അവിടെ സ്വന്തമാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ താൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ഓരോ ആത്മാവിൻ്റെയും അമൂല്യതയെക്കുറിച്ചുള്ള വിലമതിക്കാനാവാത്ത ഔന്നത്യത്തെയും ശ്രേഷ്ഠതയെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ഇവിടെയാ സ്നേഹമുള്ളവരെ, ഈ ആത്മാവിന് വേണ്ടി ഈശോ നടത്തിയ സമർപ്പണത്തോട് ഐക്യപ്പെടുവാനും അതിൽ പങ്കുചേരുവാനും നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ഈശോ വിളിക്കുന്നുണ്ട്. ഈശോ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട് താൻ നടത്തിയ സമർപ്പണത്തിൽ പങ്കുചേരുവാൻ. അതിൻ്റെ ആദ്യ സൂചനകൾ തന്നെ സുവിശേഷങ്ങളിൽ നമുക്ക് സ്പഷ്ടമായിട്ട് ലഭിക്കുകയാണ്. ഈശോ പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിക്കണം,
തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം. കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ നാം ഓർക്കണം, ഈശോ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തത്, അതേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈശോയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും വിളിക്കുന്നത് എന്ന സൂചനയ സ്നേഹമുള്ളവരെ ആ വാക്യത്തിൽ നാം കാണുന്നത്. സുവിശേഷങ്ങളിൽ ഉടനീളം വിളിയെ സംബന്ധിക്കുന്ന വിവരണങ്ങളിലെല്ലാം ഇതിൻ്റെ സൂചകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയല്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി, അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. സ്നേഹമുള്ളവരെ, ജനക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരെ ഈശോ വേർതിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ നിന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ വേർതിരിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള വേർതിരിവ? മലമുകളിലേക്കുള്ള വേർതിരിവ. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ വാക്യങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വേർതിരിക്കുന്ന മനോഹര വിവരണവും നമുക്ക് സമാനമായ ഒരു സൂചന നൽകുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഈശോ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഈ മലയെന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ ഒരു സൂചനയാണ്. ഈശോയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന സമഗ്രത ഉൾക്കൊള്ളുന്ന ഒരു സൂചനയാണ് ഈ മലയെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ കയറുന്ന മലയെന്ന് പറയുന്നത് അത് ഗിരിപ്രഭാഷണത്തിൻ്റെ മലമുകളാണ്. ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മോശ എന്ന മഹാപ്രവാചകൻ്റെ പൂർത്തീകരണമാണ്. സീനായി മലമുകളിലേക്ക് കയറിയ മോശ ദൈവവുമായി ഐക്യത്തിലായി ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ മനസ്സും സ്വന്തമാക്കി താഴ്വാരങ്ങളിലേക്ക് വന്ന് ജനക്കൂട്ടത്തോട് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വചനം സ്വന്തമാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വന്തമാക്കുവാൻ വേണ്ടി മലമുകളിലേക്ക് കയറുന്ന മോശ. ആ മോശ മലമുകളിൽ വെച്ച് ദൈവവുമായി ഐക്യപ്പെട്ട് ദൈവത്തിൻ്റെ വചനം സ്വന്തമാക്കി, ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കി, ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കി, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വന്തമാക്കി താഴ്വാരങ്ങളിലുള്ള ദൈവജനത്തോട് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ മോശയുടെ പൂർത്തീകരണമായി പുതിയ നിയമത്തിലെ മിശിഹ മാറുകയാണ്. പക്ഷേ നാം ഇവിടെ കാണുന്നത് പഴയ നിയമത്തിൽ മോശ കയറിയ മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണ് എങ്കിൽ പോലും അതിനെ കല്ലെറിയണമെന്ന കർശനമായ കൽപ്പനയ്ക്ക് വിപരീതമായി പുതിയ നിയമത്തിൽ തൻ്റെ പ്രിയപ്പെട്ട താൻ വേർതിരിച്ച് തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരെ ആ മലയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രക്ഷാകരമായ സംഭവങ്ങളുടെ പൂർത്തീകരണത്തിൽ മാനുഷികമായ അഥവാ തൻ്റെ ശിഷ്യന്മാരുടെ ഭാഗഭാഗിത്വം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. സ്നേഹമുള്ളവരെ, എത്രയോ മനോഹരമായ ഒരു സംഗതിയ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. തൻ്റെ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന്, തൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ പൂർത്തീകരണത്തിന് മാനുഷികമായ സഹവർത്തിത്വം ഈശോ ആഗ്രഹിക്കുകയാണ്. തൻ്റെ മാനുഷികമായ ശിഷ്യ സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ഭാഗഭാഗിത്വവും ഈശോ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈശോ തൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ മലമുകളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലെ മോശയുടെ പൂർത്തീകരണമായ, പഴയ നിയമത്തിലെ യഥാർത്ഥ പ്രവാചകനായ മോശയുടെ പൂർത്തീകരണമായ മിശിഹ തൻ്റെ മലമുകളിലേക്ക്, ദൈവികമായ ദൈവഹിതം വെളിപ്പെടുത്തുന്ന മലമുകളിലേക്ക്
തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി എങ്കിൽ ആ പ്രവാചകനായ മോശ നാം പലവട്ടം വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിലും മലമുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രവാചകനായ മോശയെ നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ വിരിഞ്ഞ കരങ്ങളുമായി പ്രാർത്ഥിക്കുന്ന മോശയെ കാണുമ്പോൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ മോശ പ്രാർത്ഥിക്കുകയാ, വിരിഞ്ഞ കരങ്ങളുമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാ, മലമുകളിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുകയാ, പിതാവേ ദൈവമേ, നീ ഇവരോട് ഈ ജനത്തോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കൊള്ളുക. തൻ്റെ ജീവനെ വെച്ച് ദൈവത്തോട് ജനത്തിന് വേണ്ടി വിലപേശി പ്രാർത്ഥിക്കുന്ന പ്രവാചകനായ മോശയെ നാം പഴയ നിയമത്തിൽ കണ്ടുമുട്ടുമ്പോൾ, സ്നേഹമുള്ളവരെ, മനുഷ്യാവതാരം ചെയ്ത മെശിഹ തൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വീണ്ടും ഒരു മലമുകളിലേക്ക് കയറുന്നുണ്ട്. തൻ്റെ വെളിപ്പാടുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി. അതേ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈശോ മനുഷ്യാവതാരം ചെയ്തുവെന്ന് സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തുവാൻ വേണ്ടി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ പൂർത്തീകരണം അവിടെ നിന്ന് നടത്തുന്നത് കാൽവരി മലമുകളിലാണ്. കുരിശിൽ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് മരിക്കുമ്പോഴാണ്. കാരണം എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് അവിടെയാണ് ഈശോ പറയുന്നത്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. തൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം ഈശോ പൂർത്തിയാക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവം തന്നെയായ ഈശോ തൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പൂർത്തീകരണം കുരിശിൽ നടത്തുമ്പോൾ അവിടെ ആ കുരിശിൻ്റെ ചുവട്ടിലും ശിഷ്യനെ കാണുവാൻ സാധിക്കും. അതും ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അതിനിടയിലും നമുക്കറിയാം, തൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ പൂർത്തീകരണം ആരംഭിക്കുമ്പോൾ, ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് സ്വയം ഒരുങ്ങുമ്പോൾ, അവിടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നോട് കൂടെ 1 മണിക്കൂർ, എന്നോട് കൂടെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? സ്നേഹമുള്ളവരെ, തൻ്റെ രക്ഷാകര സംഭവങ്ങളിൽ ഒരു സഹവർത്തിത്വം, ഒരു പങ്കാളിത്തം, ഒരു ഭാഗഭാഗിത്വം ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു സമർപ്പണത്തിൻ്റെ 1 മണിക്കൂർ എന്നോട് കൂടെയായിരിക്കുന്നതിൻ്റെ പങ്കാളിത്തം, കൂടെയായിരിക്കുന്നതിൻ്റെ ഭാഗഭാഗിത്വം. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ ചുവട്ടിലും ഒരു പങ്കാളിത്തം ഈശോ കാണുന്നുണ്ട്. ഇത് സുവിശേഷകന്മാർ നമുക്ക് വേണ്ടി ബോധപൂർവം, പരിശുദ്ധാത്മാവ് സുവിശേഷകന്മാരിലൂടെ ബോധപൂർവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സുവിശേഷകന്മാർ വിവരിച്ചിട്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെയോ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്കിൽ, സ്നേഹമുള്ളവരെ, നാം ഓർക്കണം, നാം ഓരോരുത്തരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഭാഗഭാഗിത്വം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതാ പൗലോസ്ലീഹ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ മനോഹരമായി അപ്പസ്തോലൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പൗലോസ് അപ്പസ്തോലൻ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതൽ വാക്യങ്ങൾ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സ്ലീഹ പറയുകയാണ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ, കൊളോസ്സോസിലെ ദൈവജനത്തോട് സ്ലീഹ പറയുകയാണ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ഈശോയ്ക്ക് സഹിക്കേണ്ടി വന്ന പീഡകളിൽ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഭാഗവാക്കാകുന്നു.
ഒരുപക്ഷെ പിയോസ് ബൈബിള് നിങ്ങൾ വായിക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസമുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒറിജിനൽ പൗലോസ്ലീഹ എഴുതിയ ഒറിജിനൽ ഗ്രീക്കിൻ്റെ പരിഭാഷ ഇപ്രകാരമാണ്: നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ഈശോയ്ക്ക് സഹിക്കേണ്ടി വരുന്ന ഇനിയും അവസാനിക്കാത്ത സഹനത്തിൽ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഭാഗവാക്കാകുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് ഈശോയുടെ സഹനത്തിൽ, ഈശോയുടെ രക്ഷാകരമായ സഹനത്തിൽ സഭയാകുന്ന തൻ്റെ ശരീരത്തിൻ്റെ ശിരസായ ഈശോ സഭയിലൂടെ ഇന്നും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ പണ്ട് സാവൂളിനോട് പറഞ്ഞ വചനം ഈശോ ആവർത്തിക്കുകയാണ്. സഭ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈശോയാ സഹിക്കുന്നത്. ഈശോയുടെ ഭൗതിക ശരീരമായ സഭയിലെ ഏതെങ്കിലും ഒരംഗം വേദനിക്കുമ്പോൾ ഈശോ തന്നെയാ വേദനിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ രക്ഷാകരമായ പീഡാസഹനത്തിൽ ഭാഗവാക്കാവുകയും ശ്ലീഹായുടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമായി മാറട്ടെ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ശ്ലീഹ പറയുകയും ദൈവജനം, ദൈവരാജ്യം, ഈശോ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ആത്മാവിന് വേണ്ടി ശരീരത്തിൽ വേദനകൾ ഏറ്റെടുക്കുവാൻ, ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ശരീരത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥനയുടേതായ, പ്രാശ്ചിത്തത്തിൻ്റെതായ, ഉപവാസത്തിൻ്റെതായ സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുമ്പോൾ നീ ഈശോയുടെ രക്ഷാകരമായ പീഡാസഹനത്തിൽ പങ്കുപറ്റുകയാണ്. ഈശോ നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ മനോഹാരിതയും പുതിയ നിയമത്തിൻ്റെ ഉദാത്തതയും, സ്നേഹമുള്ളവരെ, ഈശോയോടൊപ്പം സ്വയം പരിത്യജിക്കുവാൻ, ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച ഈശോ, ആ ഈശോയുടെ ആത്മശൂന്യവൽക്കരണത്തിൽ പങ്കുപറ്റുവാൻ നമുക്ക് അവസരം തരുന്നു. അങ്ങനെയെങ്കിൽ ഈശോ എടുത്ത കുരിശ് സ്വന്തം കുരിശാക്കി മാറ്റി, ഈശോ കയറിയ മല ആത്മത്യാഗത്തിൻ്റെ മലമുകളാക്കി മാറ്റി, ഈശോയോട് ഐക്യപ്പെട്ട് സ്വയം സമർപ്പിച്ച് ആത്മാക്കളുടെ രക്ഷയിൽ ഭാഗവാക്കാകാൻ ഈശോ നമുക്ക് അവസരം തരികയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം രക്ഷാകരമായ ഈശോയുടെ ശരീരത്തോട് ഐക്യപ്പെടുത്തുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രക്ഷാകരമായ ഈശോയുടെ ജീവിതത്തോട് ഐക്യപ്പെടുത്തുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ സഹനങ്ങളെയും പ്രാർത്ഥനകളെയും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കുള്ള ശുശ്രൂഷയാക്കി മാറ്റുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. നമുക്ക് ആനന്ദിക്കാം. മനുഷ്യത്വത്തിൻ്റെ മൂല്യത്തെ സ്വർഗത്തോളം ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയോട് നമുക്ക് നമ്മെ തന്നെ ഐക്യപ്പെടുത്താം. അങ്ങനെ ലോകമെമ്പാടുമുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ സമർപ്പണത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് സമർപ്പിച്ച് വിശുദ്ധരുടെ ഇടമുറിയാത്ത പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പൗരാണിക കാലം മുതൽക്ക് ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന വിശുദ്ധരുടെ ഇടമുറിയാത്ത ആ ചങ്ങലയിൽ നമ്മയും കണ്ണു ചേർക്കാം. അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.